ഞാൻ വെല്ലുവിളിക്കാണ്. നീ ഇന്ന് എടാ താടി വെച്ച അട്ടാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ്, സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോടും പറയാണ്, മാധവ് സുരേഷ് എന്ന് പറയുന്ന സുരേഷ് ഗോപിന്റെ മോനെ, നിന്നോടും പറയാണ്, നീ ഇന്ന് ഇന്റർവ്യൂ ന്യൂസ് എയ്റ്റിൽ പറഞ്ഞില്ല ഞാൻ 1 ലക്ഷം പോയി വാങ്ങിയെന്ന്. എവിടെയാണ് തെളിവ്? തെളിവ് കാണിച്ച് പറയടാ. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വീഡിയോയിൽ വളരെ മോശപ്പെട്ടു, വളരെ മോശമായിപ്പോയി. ഇപ്പം മാധവ് സുരേഷിനെ പുള്ളി അബ്യൂസ് ചെയ്യുന്നു. മാധവ് സുരേഷിനെ അബ്യൂസ് ചെയ്യുന്ന പുള്ളി വിളിക്കുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ എടാ സുരേഷ് ഗോപിയുടെ മോനെ എന്നാണ്. ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അയാൾക്കുണ്ടാവണമല്ലോ. ഞാനിതിനകത്ത് രാഷ്ട്രീയ മറ്റു സംഭവമൊന്നുമില്ല. എന്നിട്ട് അത് കമ്പയർ ചെയ്യുന്നു. ശ്രീനിവാസിന്റെ മകൻ, അയാൾ ഭയങ്കര ഗ്രേറ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞതിനകത്തൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. സംശയമൊന്നുമില്ലല്ലേ? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഈ അശ്വന്ത് ഗോകിലുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? അദ്ദേഹത്തിന്റെ എതിരെ ഒരു അലിഗേഷൻ, ഒരു ഫിംഗർ പോയിന്റ് ചെയ്യുന്നു. അപ്പൊ അതിനെതിരെ രോഷകൂലനായിട്ട് വേറൊരു ആംഗിളിൽ വെല്ലുവിളിച്ച് ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. എന്തൊക്കെ ഫ്രേസസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പുള്ളി. സിനിമക്കാരെയും സിനിമയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. എന്താ എന്റെ ഉദ്ദേശം? പേയ്മെന്റ് നടന്നിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അത് ആ നിർമ്മാതാവാണ് അതിന്റെ ഒരു പ്രൂഫ് തരേണ്ടത്. അത് പറഞ്ഞു എന്നും മറ്റേ ആള് വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അയാളെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിബേറ്റോ കാര്യങ്ങളോ അല്ല. എത്രയോ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്ര മതിയോ? അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ അയാളുടെ ബോഡി ലാംഗ്വേജും അയാൾ പറഞ്ഞിട്ടുള്ള വേർഡ്സും എന്തിനാണ് ഇത്ര അബ്യൂസീവായിട്ട് പറയേണ്ടത്? അപ്പൊ അയാളെ ട്രിഗർ ചെയ്യുന്ന എന്തുകൊണ്ട്? എടാ ഒരു പറയുമ്പോൾ ഒരു മിനിമം മര്യാദ വേണം. എന്നെ നാണം കെടുത്ത് 1 ലക്ഷം ഉലുവയോ നിന്റെ തീട്ടപ്പടത്തിന് 1 ലക്ഷം രൂപ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും കൊടുത്താൽ പോലും ഒരു പണം കാണൂല. അത്രയും തീട്ടപ്പടാടോ. എന്താ ഉറക്കം വരുന്നു? സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ?